പല പുണ്യാത്മാക്കളും ഭാഗവതാചാര്യന്മാരും ശ്ലോകങ്ങളിലൂടെയും കീർത്തനങ്ങളിലൂടെയും കഥകളിലൂടെയും ശ്രീ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വനമാലയെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ വനമാലയ്ക്ക് അപാദചൂടം മാല എന്നും കേശാദിപാദം മാല എന്നും ഉണ്ടമാല എന്നും പറയുന്നു. നിങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴുവാൻ വരുമ്പോൾ ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്ന ശിരസ് മുതൽ പാദം വരെ അലങ്കരിച്ചിരിക്കുന്ന മാലയാണ് ഗുരുവായൂരപ്പൻ്റെ വനമാല. ഏതാണ്ട് 50 വർഷത്തിലധികമായിട്ട് ഗുരുവായൂരപ്പന് ചാർത്താനുള്ള ഈ വനമാല കെട്ടിക്കൊടുക്കുവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോഴും എനിക്ക് സാധിച്ചു പോരുന്നു. നിങ്ങൾ ഗുരുവായൂരിൽ തൊഴാൻ വരുമ്പോൾ ഗുരുവായൂരപ്പനെ കണ്ട് ഗുരുവായൂരപ്പൻ്റെ ശിരസ് മുതൽ പാദം വരെ അലങ്കരിച്ചിരിക്കുന്ന ആ മാലയാണ് ഭഗവാന്റെ വനമാല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ വനമാലയ്ക്ക് പിന്നിൽ നിരവധി മാഹാത്മ്യങ്ങളുണ്ട്. ഭാഗവതത്തിലെ ഒരു പ്രധാന ഭാഗത്തിൽ ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാന്റെ വനമാല ദർശിക്കുമ്പോൾ ഭക്തിരസ ആനന്ദത്തിൽ ആറാടി വീണ്ടും നമസ്കരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ പൂജാസമയത്ത് ഈ വനമാലയെ പറ്റി മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്. നാരദ പഞ്ചരാത്രം എന്ന വൈഷ്ണവ ഗ്രന്ഥത്തിൽ വനമാല അനന്തസ്വരൂപമാണ്, കാമദേവൻ്റെ സ്വരൂപമാണ് എന്നും പറയപ്പെടുന്നു. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യങ്ങളിലെ വ്യാഖ്യാനം പഞ്ചഭൂതാത്മകത്തിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള തത്വമായിട്ടാണ് പറയപ്പെടുന്നത്. ഭഗവാന് ഭക്തർ സമർപ്പിക്കുന്ന ഓരോ മാലയും ഭഗവാൻ വനമാലയായിട്ടാണ് സ്വീകരിക്കുന്നത്. ഈ വനമാല ഭഗവാനെ കെട്ടിക്കൊടുക്കുവാൻ ഇപ്പോഴും ഊഴപ്രകാരം ഊരായ്മക്കാരായി കഴകക്കാരായി 14 കുടുംബങ്ങളെ ഭഗവാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട ഞാറേക്കാട് കുടുംബത്തിൽപ്പെട്ട 50 വർഷത്തോളം ഗുരുവായൂരപ്പന് ഈ വനമാല കെട്ടിക്കൊടുക്കുവാൻ സാധിച്ച മഹത് വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത്. ഗുരുവായൂരപ്പൻ്റെ ഈ വനമാലയെ പറ്റിയിട്ടും മറ്റു മാലകളെയും പറ്റി എല്ലാം നമുക്ക് വിശദമായി അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. നമസ്കാരം തിരുമേനി. കഴകത്തിൻ്റെ കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 8 വയസ്സ് തൊട്ട് അച്ഛൻ്റെ കയ്യും പിടിച്ച് അമ്പലത്തിൽ കയറി വിളക്കുപിടി മാലപ്പണി ഒക്കെ തുടങ്ങിയതാണ്. 5 കൊല്ലം അച്ഛൻ്റെ ഒപ്പം നിന്ന് സുഖമായി പണിയെടുത്തു. 5 കൊല്ലത്തിന് ശേഷം, അതായത് എനിക്ക് 13 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. അതിന് ശേഷം പിന്നെ ആ അച്ഛൻ്റെ പേര് നിലനിർത്തണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിന് ഭഗവാനെ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ആ പ്രവൃത്തി തുടർന്നു വരികയാണ്. ഇന്നും ഭംഗിയിലത് തുടങ്ങും. ഇതുവരെ യാതൊരുവിധ ആക്ഷേപങ്ങൾക്കോ മേലധികാരത്തിൽ നിന്നോ ആരെയെന്നോ ഒരു ചീത്ത ഇതിനോ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം ഇത്ര കാലത്തോളം കിട്ടിയിട്ടുണ്ട്. അതെ അതെ. ഈ വനമാല തയ്യാറാക്കാൻ ഏകദേശം എത്ര നേരം വേണ്ടി വരും, എത്ര പൂവ് വേണ്ടി വരും, ഏകദേശം എത്ര വലുപ്പം അത് വേണ്ടി വരും, അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് വലുപ്പം എന്ന് പറഞ്ഞാൽ അത് മുന്നേ തൊട്ട് കണക്കാക്കി വെച്ചിട്ടില്ല. നമുക്ക് ശരിക്കും 4 മുഴം നീളം വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കിയിട്ട് ഇങ്ങനെയാണല്ലോ ചാർത്ത. ഭഗവാൻ ഇങ്ങനെ ചാർത്തുമ്പോൾ അപ്പം 2 സൈഡിലും ഈ 2 മുഴം, ടോട്ടൽ 4 മുഴം മാലയാണ് ഭഗവാന്റെ ഒരു വനമാല. അപ്പൊ ആപാദ ചൂടം മാലയായിട്ടാണ് ചാർത്തും. എന്നുവെച്ചാൽ പാദത്തിലേക്ക് മടക്കി ഇടും. അടിഭാഗത്തിന് നമ്മൾ ചോട് എന്നാ പറയാ. ആ ചോട് ഭഗവാന്റെ പാദത്തിലേക്ക് ഇങ്ങനെ മടക്കി. അപ്പോൾ അതിന് കറക്റ്റ് 4 മുഴം തിന്നണം. അപ്പൊ പൊതുവെ ഈ വനമാലയുടെ ഏറ്റവും അടിയില് ഈ ചോട് എന്ന് പറഞ്ഞാൽ അത് തുളസി ആവോ? തുളസിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ തുളസിപ്പൂവ് വെച്ചാലേ മാല ശുദ്ധാവുള്ളൂ, മുഴുവനാവുള്ളൂ. എന്ന് വെച്ചാൽ ഭഗവാന് തുളസിനോടുള്ള ഒരു സ്നേഹം പ്രാധാന്യം അത് ഈ മാലയിൽ കാണും ശരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തെച്ചി തന്നെ കെട്ടാം, താമര തന്നെ കെട്ടാം, ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഈ വനമാലയല്ല, താമരമാല, തെച്ചിയുണ്ട മാല, ഇങ്ങനെയൊക്കെ പറയാം. വനമാല ഈ എല്ലാ കളറും. ഏത് മാല കെട്ടുമ്പോഴും ആ അടിയിൽ ആ തുടക്കവും അവസാനവും
ഈ 2 കഴുത്ത് തുളസിയെങ്കിലും അത് നമ്മൾ ഇത്ര നീളം വയ്ക്കും. ആ തുളസി പാദത്തിലേക്ക് എത്തണമല്ലേ നോക്കിയിട്ട് നമ്മൾ ചോട് കെട്ടുക എന്നാ പറയാ. അപ്പം അത്ര നീളത്തിൽ തുളസി കൊണ്ട് കിട്ടും. അതാണ് ഈ ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതാവും ഭഗവാന് തുളസിനോട് ഇത്ര മഹാത്മ്യം പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി വെച്ചാലേ മാല ശുദ്ധമാവുള്ളൂ, പൂർണ്ണമാവുള്ളൂ. അതിനൊപ്പം ശുദ്ധമാവലും കൂടി നിന്നുണ്ട്. തുളസി അത്രയും പരിശുദ്ധമായ സാധനമാണ്. ഇവിടെ ഗുരുവായൂരമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ പുഷ്പങ്ങളൊന്നും ഗുരുവായൂരമ്പലത്തിൽ പറ്റില്ല. ഈ സ്വാത്തിക പുഷ്പങ്ങളെ പറ്റുള്ളൂ. അതായത് തുളസി പ്രധാനം, താമര, തെച്ചി, പിന്നെ നന്ദ്യാർവട്ടം, ഇത്രയും പൂവുകളാണ് ഭഗവാന് ചാർത്താനും മാലയ്ക്കും പുഷ്പാഞ്ജലിക്കും എടുക്കുള്ളൂ. ബാക്കി പൂക്കളൊന്നും ഗുരുവായൂരമ്പലത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല, എടുക്കില്ല. അത് ആ സ്വാത്തിക പുഷ്പങ്ങളിൽ പെട്ടതാണെന്നാണ് സങ്കല്പം. ഗുരുവായൂരപ്പന് ഒരു ദിവസം ഏകദേശം എത്ര വനമാല ചാർത്തലുണ്ട്? വനമാല ചാർത്തുന്നത് ഭഗവാന് ചാർത്തുന്നത് സാധാരണ ദിവസങ്ങളിൽ 6 എണ്ണേ ചാർത്തും. അതെപ്പോഴൊക്കെയാ? അത് കാലത്ത് നിർമാല്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണാഭിഷേകം വാഗച്ചാർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലങ്കാരത്തിൻ്റെ ഒപ്പം 2 മാല ചാർത്തും. അത് പന്തീരടി പൂജ വരെ നിൽക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4 മണി മുതൽ ഒരു 7-7:30 വരെ. 7:30. അതെ. അത് കഴിഞ്ഞാൽ പന്തീരടി കഴിഞ്ഞാൽ 1 മാല ചാർത്തും. അപ്പോൾ ചന്ദനം കൂടി ചാർത്തേ ഉള്ളൂ. പിന്നെ ഉച്ചപൂജയ്ക്കാണ് ഗംഭീര അലങ്കാരം. അതിൻ്റെ ഒപ്പം വേറൊരു മാലയും കൂടി. അപ്പോൾ 2 മാല. അപ്പോൾ ഉച്ചപൂജ വരത്തേക്ക് 2 4 മാല ചാർത്തും. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് നട തുറന്നാൽ നമുക്ക് എന്താ വെച്ചാൽ ഉച്ചപൂജ നട തുറന്നതിനാണ് സങ്കല്പം ഗുരുവായൂരിനെ സംബന്ധിച്ച്. അതാണ് ഉച്ചശിവേലി വൈകുന്നേരം നട തുറന്നിട്ടാക്കുന്നത്. അപ്പം അത് തുറന്ന അലങ്കാരങ്ങളൊക്കെ ഒന്നും കൂടി ഭംഗിയാക്കി അപ്പം ഈ 2 മാല മാറ്റി വീണ്ടും 2 മാല. ചന്ദനം മാറ്റില്ല, ചന്ദനം ചാർത്തി അത് വിളക്കൊക്കെ ഒന്ന് തെളിയിപ്പിച്ച് തിലകൊക്കെ ചാർത്തി പുതിയ 2 മാലയും കൂടി ചാർത്തി. അങ്ങനെ 6 മാലയാണ് ഒരു ദിവസം വനമാല ഈ ഭഗവാന് ചാർത്തുന്നത്. ഇത് ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ 2 നവകം വരും. അപ്പോൾ 1 മാല എക്സ്ട്രാ കൂടി വേണം. അപ്പോൾ ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ ഈ വനമാല 7 എണ്ണമായിട്ട് മാറും. അതാണ് പിന്നുള്ളത്. ആ വനമാലയുടെ സങ്കല്പത്തിൽ ഭക്തർക്ക് ഇപ്പം ഈ 7 മാലയിട്ട് ജനങ്ങൾ എത്രയാ മാലയ്ക്ക് വരുന്നത്? ഇഷ്ടംമാര് ജനങ്ങൾ ഭക്തന്മാര് വരണ അവർക്കൊക്കെ മാല വേണം. അപ്പം അതിന് ഉണ്ടമാല എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് വെച്ചിരിക്കുന്നു. ദേവസ്വം ഇപ്പൊ ഉണ്ടമാല എന്ന് പറയുന്നതാണ് റെസിറ്റ്. അതെ, വനമാല എന്ന് പറഞ്ഞ റെസിറ്റ് ഇല്ല. ഉണ്ടമാല എന്നാണ്. അതാണ് ഇതിന് പറയല്ലോ, കേശാദിപാദം മാല, ആപാദചൂടം മാല, ഉണ്ടമാല എന്നൊക്കെ പറയുന്നത് അതുമാതിരി. അപ്പോൾ അതാണ്. അപ്പം ഈ 7 എണ്ണം 6 എണ്ണം സാധാരണ ദിവസങ്ങളിലും അല്ലാത്ത ദിവസം 7 എണ്ണമാണ്. അതിന് പുറമെ ഈ വരുന്നവർക്ക് ഇപ്പോൾ 7 ആൾ ഷീട്ടാക്കിയാൽ പോരല്ലോ. അപ്പോൾ ഒന്നിലധികം ആൾക്കാർക്ക് വരുമ്പോൾ അതിനാണ് ഉണ്ടമാല എന്ന് പറഞ്ഞു. ഇത് മുന്നേ തൊട്ടുള്ളതാണ് ഈ ഉണ്ടമാല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഷീട്ട്. ഈ വനമാലയ്ക്ക് പുറമെ പിന്നെ എന്തൊക്കെ മാലകളാണുള്ളത്? വനമാലയ്ക്ക് പുറമെ പിന്നെ തിരുമുടി മാല എന്ന് പറയും. അത് ഭഗവാന്റെ തലയിൽ ചൂടുന്നതാണ്. അത് ഈ കിരീടത്തിൻ്റെ മുകളിൽ വെക്കും. അങ്ങനെ ഒരു ദിവസം 2-3 എണ്ണമൊക്കെ വെക്കും അതിൻ്റെ മുകളിൽ. അതിനനുസരിച്ച് അലങ്കാരത്തിൻ്റെ ഇതിനനുസരിച്ച് ഭംഗിയിൽ. അതും ഈ പറഞ്ഞ മാതിരി 3 നേരം 2-3 വെച്ച് ചാർത്താൻ സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഭക്തജനങ്ങൾക്ക് ഈ തിരുമുടി ഷീട്ടാക്കണമല്ലോ. അതിന് തിരുമുടി മാല എന്ന് പറഞ്ഞിട്ടുള്ള റെസിറ്റ് ഉണ്ട് ഇവിടെ. അത് ഇപ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയ ദിവസം ഒരു 350 എണ്ണം വരെ ഉണ്ടാവാം. തിരുവോണം, 30 വ്യാഴം, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിൽ, പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ 600, 700, ഏതാണ്ട് 900 തിരുമുടി വരെ ഇവിടെ ഒരു ദിവസം ഉണ്ടായിട്ടാണ്. ശിവേലിമാല, അത് ഭഗവാന് 3 ശിവേലിക്കും കെട്ടുക. അത് ആരാണ് അതിന്റെ അവകാശം? അത് ശരിക്കും അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയടത്തിന്റെ അവകാശം. പുതിയടം എന്നുവെച്ചാൽ അതാണ് പുതിയടക്കാർക്ക്. ഈ ഭഗവാന്റെ അതിന് പുറമെ ഗണപതിയുടെ ഉപദേവന്മാരുതായ ഗണപതിക്ക് വേണ്ട പൂവ് സാധനങ്ങളിലൊക്കെ ഭഗവതിയുടെ അത് ഈ പുതിയടക്കാരുടെ ചുമതല. പിന്നെ അവിടെ ഓരോ പൂജയ്ക്കും പൂവ് കൊടുക്കേണ്ടത് ഈ പുതിയടം. അപ്പം അതാണ് അവർക്ക് അവിടെ സ്ഥിരമായിട്ടൊരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അവരാണ് ഈ ശിവേലിമാലയ്ക്ക്
പൂക്കെടുത്ത് പിന്നെ ഈ നമ്മുടെ പുഷ്പാഞ്ജലിക്ക്. പുഷ്പാഞ്ജലിക്കുള്ള ഇതിന് വരുമ്പോൾ നമ്മൾ പൂവൊക്കെ കൊണ്ടുകൊടുത്ത് അത് നേരത്ത് കൊടുക്കേണ്ട കൊടുക്കേണ്ട ചുമതല അവരാണ്. അതാണ് അവർക്ക് അവിടെ ഒരു സീറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തിന് ഈ പൂക്കെഴുത്തുകൾ, പിന്നെ എന്താ ആലുമാവ്, ഇത് അകത്ത് മെയിൻ ഇതെന്ന് പറഞ്ഞിട്ട് അത് പുതിയടക്കാരാണ്. അവരാണ് ഈ ശിവേലിമാലയുടെ ആൾക്കാർ. പക്ഷെ എങ്കിലും നമുക്ക് ചിലപ്പോ ഞാൻ പറയും ശിവേലിമാല എൻ്റെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെട്ടിക്കൊടുത്ത് ഇതാക്കാം. അങ്ങനെ ഇപ്പോൾ പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ശിവേലിമാല അനവധി കാലങ്ങളായിട്ട് ഞാൻ കെട്ടിക്കൊടുക്കാറ്. അത് ഭഗവാന്റെ അനുഗ്രഹം. അതെന്താ പുതിയെടുത്തവര് ഉണ്ണിയെ മറക്കട്ട, അവരാണ് ഉത്തരവാദിത്വം. പക്ഷെ എങ്കിലും നമ്മളതിൽ ശേഖരിച്ചു കൊണ്ടുകൊടുക്കും. അതൊക്കെ പറഞ്ഞാ തേരില്ല, അത്രയും ഇതാണ് ശിവേലിമാല പള്ളിവേട്ട ആറാട്ടിൻ്റെ. അത് ഭയങ്കര ഒരു അനുഭവം. അതൊക്കെ കെട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഉൾപ്പുളകന്മാര് എല്ലാം മനസ്സ് ഭഗവാനെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജോലിയാണ്. പിന്നെ അതിന് പുറമെയാണ് നിറമാല എന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ മുമ്പേ ആ മണ്ഡപത്തിലായിരുന്നു അത്. അപ്പം മണ്ഡപത്തിൽ ആ സ്വർണം പൂശലും ഇതും കഴിഞ്ഞതിന് ശേഷമൊക്കെ മണ്ഡപത്തിൽ ഒഴിവാക്കി ഇപ്പോൾ വാതിൽ മാടം ആ തുറന്നുകൊണ്ട് കമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കിണ്ട്. അവിടെ നിറച്ച് ചുട്ടുപുറം ആ ഗ്രില്ലും ചുറ്റുപുറം. അത് വൈകുന്നേരം 4 മണിക്ക് നട തുറക്കുമ്പോഴേക്കും 4:30 നട തുറന്ന ആൾക്കാരെ വിടുമ്പോഴേക്കും അതൊക്കെ ചാത്തി ക്ലിയർ ആക്കിയത്. അതാണ് നിറമാല. അതും ഈ പറഞ്ഞ മാതിരി ഭക്തന് കണ്ട മനസ്സിട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം അത് വലിയ നിറമാല എന്ന് പറഞ്ഞിട്ടൊരു ഇത് തുടങ്ങിയത്. അതാവുമ്പോൾ അത് 500 ചുരുള് മാല വേണം. ഇതൊരു ചുരുള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിറമാല ഷീട്ടാക്കി കഴിഞ്ഞാൽ 300 രൂപയാണ്. അതിന് 17 ആൾക്കാർ ഓരോ ചുരുള കൊണ്ടിട്ട് ഒരു കൈ നീളത്തിലുള്ള മാലകൾ. ഈ വലിയ നിറമാലയ്ക്ക് എന്ന് പറഞ്ഞത് 500 ചുരുളുണ്ട്. ഈ മാലകളൊക്കെ 17 കുടുംബത്തിലും ഉള്ള ആൾക്കാരൊക്കെ കൂടി കെട്ടണം. നിറമാലയ്ക്ക് മാത്രം അങ്ങനെ ഒരു ഇതുള്ളത്. ഇപ്പം ഇന്ന് എൻ്റെ കൂടാണെങ്കിൽ ബാക്കി എല്ലാ മാലകളും ഞാൻ കൊടുക്കും. പക്ഷേ ഈ നിറമാല ഞാൻ ബാക്കി എല്ലാവരോടും പറഞ്ഞു അത് എല്ലാവരും കൂടി കെട്ടണം. അപ്പൊ ഈ ഉണ്ടമാല, വാഹന പൂജയ്ക്കുള്ള മാലയൊക്കെ ഊഴക്കാരൻ തന്നെ കെട്ടണം. മറ്റവരില്ല. ഇല്ല, അത് എൻ്റെ ഉത്തരവാദിത്വം. മറ്റേത് എൻ്റെ ഉത്തരവാദിത്വം വേണമെങ്കിലും 17 ആൾക്കും ഡിവൈഡ് ചെയ്തിട്ടാണ്. ഒന്ന് ഷീട്ടാവണ മാലകളും മുഴുവൻ അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, എൻ്റെ കുടുംബത്തിലുള്ളവരെ കൊണ്ടും പറ്റില്ല. നമ്മൾ മറ്റുള്ളവരെ മറ്റേ കടക്കാരിൽ അവർ കൂട്ടി എല്ലാവരും സഹകരിച്ചിട്ട് ഒരു കൂട്ടായ്മയുടെ ഇതും കൂടിയാണ്. ഈ വനമാല 19 കൊല്ലത്തോളം കെട്ടിക്കൊടുത്ത ഉണ്ണിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുസൃതി, ഭഗവാന്റെ ഒരു കാരുണ്യം, ഭഗവാന്റെ ഒരു സ്പർശനം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എങ്കിലും പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ആ കുസൃതിനെ പറ്റിയിട്ടോ കാരുണ്യത്തിനെ പറ്റിയിട്ടോ ഒന്ന് പറയാം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ട്. പക്ഷേ എന്തെങ്കിലും എന്താ വെച്ചാൽ ഈ 13 വയസ്സിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്ര കാലം 19 ചില്ലാനം കൊല്ലം ഈ പ്രവൃത്തി എടുത്തിട്ട് എന്നെ ഞാനാക്കിയതും ഇന്ന് ഈ നിലയ്ക്ക് ഞാൻ ജീവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. പക്ഷേ എങ്കിലും തിരുമേനി ചോദിച്ച സ്ഥിതിക്ക് അടുത്ത് നടന്നൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. കാരണം ഈ കൊല്ലം ഫെബ്രുവരി 27-ാം തീയതി പതിപോലെ രാത്രി ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നു. ഉറങ്ങാൻ കിടന്നു. ഭയങ്കര ക്ഷീണമുണ്ട്. അതൊരു 5-8 കൊല്ലം മുമ്പ് ഒരു സ്ട്രോക്കൊക്കെ എനിക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും അതും വെച്ച് ഞാൻ ഭംഗിയായിട്ട് എൻ്റെ കാര്യത്തിനൊന്നും ഭഗവാൻ ഒരു മുടക്കത്തേ വരെ വരുത്തിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ അപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ കാര്യത്തിന് വല്ല മുടക്കം വന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വരില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങനെ മുടക്കം വരുത്തിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത്. അതുവരെ എത്തിയിട്ടുണ്ട്. മാർച്ച് ആദ്യത്തിലാണ് ഉത്സവം വരുന്നത്. ഫെബ്രുവരി 27-ാം തീയതി പതിപോലെ രാത്രി അമ്പലത്തിൽ നിന്ന് വന്ന് കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തീരൊരു വയ്യായ തലവേദന മാതിരൊക്കെ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 2 വട്ടം തുമ്മി ഞാൻ. അപ്പോൾ നോക്കുമ്പോൾ ആകെ എന്തോ മാതിരി. അപ്പോൾ എന്തേ ചോദിച്ചു വൈഫ്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ ശബ്ദം അങ്ങോട്ട് വലിയ തൃപ്തിയില്ല, എന്തോ പന്തികേടുണ്ട് തോന്നി. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഞാൻ കമന്ന് കിടക്കുക.
എൻ്റെ ഈ ഒരു കൈ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്, ഈ വായൊക്കെ ഇങ്ങോട്ട് കോടിയുണ്ടായിരുന്നു. എന്താ എനിക്കിതൊന്നും മനസ്സിലാവണില്ല. പക്ഷേ മോളും മോനും എല്ലാവരും ഭയങ്കര നുറോളി കരച്ചിൽ ബഹളമൊക്കെ ആയി വന്നു. നേരെ മുമ്പിലത്തെ വീട്ടിലെ അയാൾ കാറെടുത്തു, എന്നെ ഹയാത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു. അവിടെയാണെങ്കിൽ ന്യൂറോൻ്റെ ആഴ്ചയിൽ ഒരിക്കലുള്ളൂ. അപ്പോൾ ഉടൻ വേറെ എങ്ങടെ വെച്ചാൽ കൊണ്ടുപോക്കോളൂ പറഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ EMSലാണ് പിന്നെ എനിക്ക് പറ്റിയത്. എന്താ വെച്ചാൽ നമ്മുടെ ഒരു കസിനോടെ ഉണ്ട്. അപ്പോൾ നേരെ രാത്രി ആംബുലൻസിൽ അവിടെ എത്തിച്ചു. 1:30 മണിയാകുമ്പോഴേക്കും എത്തിച്ചു. ആ നേരത്തെ അവിടെ വന്ന് നോക്കുമ്പോൾ BP ഇല്ല, ഷുഗറില്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പം എന്ത് ചെയ്തു, വെള്ളം കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളം കുടിച്ചു, അകത്തേക്ക് തുള്ളി പോയിട്ടില്ല, ഒക്കെ പോയിട്ടില്ലായിരുന്നു. നേരെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ വന്നു ഇതാക്കി ഇഞ്ചക്ഷൻ എടുത്തു. 2 വട്ടം സ്കാനിങ് ഇതൊക്കെ കഴിഞ്ഞ് ICUവിൽ കൊണ്ടുപോയി കിടത്തി. വെളിച്ചാകുമ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് എന്താ, അപ്പോൾ അതൊരു മുസ്ലിം ഡോക്ടറും കൂടിയാണ്. ഹക്ക് എന്നാണ് പേര്, അങ്ങ് പറയാം, മൊയ്യീൻ ഹക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ആ കസിനായിട്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് നല്ല അടുത്തുമുണ്ട്. അപ്പോൾ എന്താ പേര് ചോദിച്ചു എന്നോട്. ICU എന്നാണ്. പിറ്റേ ദിവസം കാലത്ത് ഉണ്ണികൃഷ്ണൻ, എന്താ ജോലി? ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന് മാല കെട്ടി കൊടുക്കലാണ് എന്ന് പറഞ്ഞു. എന്നെ തൊഴുതു അദ്ദേഹം. എന്നിട്ട് എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു, ബാക്കിയൊക്കെ മുകളിലിരിക്കുന്ന ഒരാളെ എന്നും പറഞ്ഞിട്ട് ഡോക്ടറെ പോയി. 3-ാം ദിവസം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് എത്തി. ഉത്സവകാലം മുഴുവൻ പതിവ് പോലെ ഇത്ര നാളും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ മാല കെട്ടാനൊക്കെ സാധിക്കുന്നു. അപ്പം അമ്പലത്തിലുള്ള നമ്മുടെ സഹപ്രവർത്തകരും അവരൊക്കെ തന്നെ പറഞ്ഞു, ഉത്സവക്കാലമായിട്ട് തന്നെ കൂടെ കൊണ്ടുപോയാൽ ശരിയാവില്ല. ഇത് ഭഗവാന്റെ, അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു പറഞ്ഞപ്പോൾ പറയണേ, ആ ഉത്സവക്കാലത്തെ പള്ളിവേട്ടയ്ക്കും മാറാട്ടിനും നമ്മുടെ മാല വേണമെന്ന് ഭഗവാൻ കണക്കാക്കിയാണ്. അതാണ് ഞാൻ അതിന് ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ചാൽ അനവധി കാലമായിട്ട് ഞാനാണത് കെട്ടിക്കൊടുക്കാറ്. എന്നെ പറയും അവർ സമയമാകുമ്പോൾ. ഈ ഉത്സവത്തിനും അത് മുടക്കാതെ അത് ഭഗവാൻ കെട്ടണം. ഭഗവാൻ അത്ര ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കും. അതെ. അപ്പോൾ തിരുമേനി ചോദിച്ചപ്പോൾ ഇത് എൻ്റെ അനുഭവം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു അനുഭവം പ്രത്യേകമായിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മളെ നല്ല മനസ്സോടു കൂടി ഭഗവാൻ എന്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്താൽ എല്ലാം കേൾക്കും, ഉറപ്പാണ്. ഇതിൽ യാതൊരുവിധ മാറ്റമില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമായിരിക്കണം ഞാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭക്തന്മാരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, ഈ ഉണ്ണിയുടെ അനുഭവം നമ്മളെല്ലാവരും കേട്ടല്ലോ. നമ്മൾ അർപ്പണ മനോഭാവത്തോടു കൂടി ശ്രീ ഗുരുവായൂരപ്പനെ സങ്കല്പിച്ച് ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അത് കേൾക്കും. എല്ലാവരും സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ഈ ഭഗവാനെ പ്രേമിക്കുക, സ്നേഹിക്കുക, ഒപ്പം കൊണ്ട് നടക്കുക. എങ്കിൽ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഭഗവാന്റെ ഒരു കരസ്പർശം, ഒരു തണുപ്പ് നമ്മുടെ തോളിൽ വരും. അപ്പോൾ അങ്ങനെ വല്ലവർക്കൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെയാണ്. എല്ലാ ഭക്തന്മാരും ഭഗവാനെ സ്നേഹിക്കുക. സ്നേഹിച്ചാൽ മാത്രം ഭഗവാനെ കീഴ്പ്പെടുത്തുക. വെറുതെ ആ വഴിപാട് കഴിക്കുക, ഈ വഴിപാട് കഴിക്കുക എന്നുള്ളതല്ല. സ്നേഹത്തിന് ഭഗവാൻ അടിമപ്പെടും. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ഭഗവാനെ വിളിച്ചോളൂ. ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ.